മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ഫ്രാഞ്ചൈസികളിൽ ഒന്നാണ് ദൃശ്യം. ദൃശ്യം 3യുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ആകാംക്ഷയോടും ത്രില്ലിങ്ങും കൗതുകവും പിടിച്ചിരുത്തുന്നതുമായ ഡയലോഗുകളും കൊണ്ട് മുഖരിതമായ ട്രെയിലർ മൂന്നാം വരവ് വെറുതെ ആയിരിക്കില്ലെന്ന സൂചനകളാണ് നൽകുന്നത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം മോഹൻലാലിന്റെ ജന്മദിനമായ മെയ് 21 തിയേറ്ററിലെത്തും. ഇന്നലെ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ ബുക്കിംഗ് തുടങ്ങിയിരുന്നു. കളക്ഷൻ റെക്കോർഡ് പലതും ചിത്രം തകർക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രം ദൃശ്യമായിരുന്നു. ദൃശ്യം 3 അഡ്വാൻസ് ബുക്കിംഗ് കേരള പ്രൈസിൽ മാത്രം 2 കോടി കവിഞ്ഞുവെന്നാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മലയാള സിനിമ റിലീസിനായി എല്ലാവരും ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് ദൃശ്യം 3. ആദ്യ ഭാഗവും രണ്ടാം ഭാഗവും നൽകിയ വിജയവും പ്രതീക്ഷയുമാണ് അതിന് കാരണവും. തൻ്റെ കുടുംബത്തിലേക്ക് വിളിക്കാതെ വന്ന അതിഥിയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജോർജ് കുട്ടിയും കുടുംബവും പോലീസ് പിടിയിലാവുമോ അതോ നാലാം ക്ലാസ്സുകാരൻ്റെ കൂർമ്മബുദ്ധി കൊണ്ട് വീണ്ടും രക്ഷപ്പെടുമോ എന്നറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. മൂന്നാം ഭാഗം അല്പം ഇമോഷണലും ജോർജ് കുട്ടിക്ക് പേടിയും നൽകുന്നതാണെന്ന സൂചന ട്രെയിലർ നൽകുന്നു. UA 13+ സർട്ടിഫിക്കറ്റാണ് ദൃശ്യം 3ക്ക് ലഭിച്ചിരിക്കുന്നത്. ഏപ്രിൽ 2-ന് ആഗോള റിലീസായി നിശ്ചയിച്ചിരുന്ന ചിത്രം പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ മെയ് 21-ലേക്ക് നീട്ടുകയായിരുന്നു. മോഹൻലാലിന് പുറമെ മീന, അൻസിബ ഹസൻ, എസ്തർ അനിൽ, ആശ ശരത്ത്, സിദ്ദിഖ്, കലാഭവൻ ഷാജോൺ, ഇർഷാദ്, ഗണേഷ് കുമാർ തുടങ്ങിയവരും സിനിമയിലുണ്ടാകും. ആശുവ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാൾ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് 2026 ഒക്ടോബർ 2 റിലീസ് ചെയ്യും.